കൊള്ളയടിക്കുന്നതാണ്. ഇനി ഒരു ഇൻഡയറക്റ്റ് കൊള്ള നടന്നിരുന്നു കഴിഞ്ഞ 2 വർഷത്തിൽ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഏർപ്പെടുത്തി. സ്വാഭാവികമായും വലിയ പെട്രോളിയം ഉൽപ്പാദക രാജ്യമായ റഷ്യയെ സംബന്ധിച്ച് അവർക്ക് സാധനം വിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്തത്? റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പരമ്പരാഗതമായ ഒരു ഡിപ്ലോമാറ്റിക് ബന്ധമുണ്ട്. ആ ബന്ധം വെച്ച് മോദി എന്ത് ചെയ്യുന്നു? റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ എന്താ വിചാരിക്കുക? കണ്ടോ, മോദിജി അവിടെ പോയി പുടിനുമായി സംസാരിച്ച് ഈ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ മേടിച്ചു വന്ന് ഇന്ത്യയിലെ നാട്ടുകാർക്ക് തരുന്നു. ₹1 ഗുണം അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 2-3 വർഷം. എന്തുകൊണ്ടുണ്ടായില്ല? ഈ എണ്ണ കൊണ്ടുവന്ന് ഇവിടുത്തെ ഇന്ത്യയുടെ പൊതുമേഖലാ റിഫൈനറികളിൽ സംസ്കരിച്ച എണ്ണ ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇതാരെ കണ്ടുപിടിച്ചത്? അത് കണ്ടുപിടിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ റിസ്ക് എടുത്ത് റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് വളരെ എളുപ്പമാണ്. പൈപ്പ് ലൈനുണ്ട് റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക്. വാൽവ് തുറന്നാൽ ഇവർക്ക് ഇവിടെ ക്രൂഡ് ഓയിലോ എണ്ണ എന്തും കിട്ടും. പക്ഷേ അവരതിന് ഉപരോധം ഏർപ്പെടുത്തി അവർ മറ്റു നിലയ്ക്ക് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതേ എണ്ണ, ഇതേ ക്രൂഡ് ഓയിൽ റഷ്യ ഇന്ത്യയിലെത്തിച്ച് ഇന്ത്യയിലെ പൊതുമേഖലാ ഓയിൽ റിഫൈനറികളിൽ സംസ്കരിച്ച് ഇന്ത്യയിൽ നിന്ന് അത് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പണം ആർക്ക് കിട്ടുക? ഇവിടുത്തെ എണ്ണ കമ്പനികൾക്ക് മാത്രം കിട്ടുന്നു. അതിന് ഗുണം എണ്ണ കമ്പനികൾക്ക് മാത്രം കിട്ടുന്നു. ആ സംസ്കരിച്ച എണ്ണ ഇന്ത്യയിൽ കൊടുക്കുന്നില്ല, അത് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, ബ്രിട്ടീഷുകാർ ഇന്ത്യ എങ്ങനെയാണ് കൊള്ളയടിച്ചത്? ബ്രിട്ടീഷുകാർ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, റെയിൽവേ ഉണ്ടാക്കി, പോസ്റ്റ് ഉണ്ടാക്കി, ടെലഗ്രാം ഉണ്ടാക്കി, എന്നിട്ട് ഇന്ത്യയിലെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു. ഇന്ത്യയിലെ പരുത്തി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക, മാഞ്ചസ്റ്ററിലേക്ക് കൊണ്ടുപോകുക, അടുത്ത തുണിമില്ലിലേക്ക് കൊണ്ടുപോകുക, ഇവിടെ നിന്നുള്ള ടിമ്പർ കടത്തി കൊണ്ടുപോകുന്ന ഖനിജങ്ങൾ, കൽക്കരി മുതൽ മറ്റുള്ള ഖനിജങ്ങൾ കൊള്ളയടിക്കുക, ഇതെല്ലാം ചെയ്തത്. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊള്ളയടിക്കുന്നു. അത് പാചകവാതകത്തിൻ്റെ പേരിലാണെങ്കിലും പെട്രോളിൻ്റെ പേരിലാണെങ്കിലും കൊള്ളയടിക്കുന്നു. എന്നിട്ട് ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ഇവർ ക്ഷേമപ്രവർത്തനം എന്ന് പറയുന്നുണ്ടല്ലോ, ആരുടെ ക്ഷേമത്തിനാണ്? ഇവർ ക്ഷേമപ്രവർത്തനം നടത്തുന്ന എവിടെയാണ്? കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറയ്ക്കുന്നു. കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറയ്ക്കുന്നു പ്രധാനമായും. ഇനി മറ്റൊരു കാര്യം, 2014 മുതൽ ഇതുവരെയുള്ള കാലങ്ങളിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബാങ്ക് ഫ്രോഡുകൾ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പുകൾ ആ നടത്തിയത് ആരാണ്? ഒരു പ്രത്യേക സംസ്ഥാനത്തുള്ള ആൾക്കാരാണ് കൂടുതൽ. ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് ബാങ്ക് തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ നിന്ന് ഫ്യൂജിറ്റീവായിട്ടുള്ള ആളുകൾ, ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ മുഴുവൻ ഒരു പ്രത്യേക സംസ്ഥാനം എന്നുള്ള ആളുകളാണ്. അവർക്ക് പലർക്കും ഇന്ത്യൻ പൗരത്വമില്ല. അപ്പോൾ ഈ ആളുകൾ ബാങ്കുകളെ കൊള്ളയടിച്ച് രാജ്യം വിടുകയാണ്. എന്നിട്ട് കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത്? ഇതേ ബാങ്കുകൾക്ക് ക്യാപിറ്റലായി കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നു. അതായത് കുറേ അധികം ആളുകൾ ബാങ്ക് കൊള്ളയടിച്ച് രാജ്യം വിടുന്നു. ആ കൊള്ളയടിക്കപ്പെട്ട പണം ആര് റീഇംബേഴ്സ് ചെയ്യുന്നു? കേന്ദ്രം തന്നെ റീഇംബേഴ്സ് ചെയ്യുന്നു. അവർക്ക് ആ പണം അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവന്മാർ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ആരെയാണ്? നമ്മളെയാണ്. നമ്മളത് അറിയുന്നില്ല. എന്നിട്ട് നമ്മൾ മോദിജിക്ക് സിന്താബ വിളിക്കുന്നു. മോദിജി സിന്താബ വിളിക്കാനുള്ള കാരണം മോദിജിയുടെ ഗ്യാങ്ങും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരും. ഞാൻ മറ്റവന്മാർക്ക് പണി കൊടുക്കുന്നുണ്ട്, നിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അവന്മാർക്ക് ഞാൻ പണി കൊടുത്തിട്ടുണ്ട്, അവരുടെ വീട് ബുൾഡോസർ വെച്ച് നിരത്തിയിട്ടുണ്ട്, അവരുടെ പൗരത്വം സ്ട്രിപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ദിവസവും നമ്മൾ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, നീ എനിക്ക് വോട്ട് തരുമെന്ന് പറയുന്നു. ഇങ്ങനെ ആളുകളെ ഫൂളാക്കുന്ന ലോകത്ത് ഏതെങ്കിലും ഭരണാധികാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് വേറെ ആരുമില്ല. ട്രംപ് പോലും ഇല്ല. ട്രംപ് അമേരിക്കക്കാരെ ഫൂളാക്കുന്നില്ല. ട്രംപ് പറയുന്നത് മണ്ടത്തരായിരിക്കും, വിഡിത്തമായിരിക്കാം, അത് ശരിയാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ ഇതുപോലെ ഫൂളാക്കുന്ന സ്വന്തം ജനതയെ ഇങ്ങനെ സ്വന്തം വോട്ടർമാരെ ഇങ്ങനെ ഫൂളാക്കുന്ന വേറെ ഏതെങ്കിലും ഭരണാധികാരി ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല.